വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. കുട്ടി വീഡിയോ ആണ്. അപ്പം നിങ്ങൾ ഒരുപാട് പേരുടെ പൊതിച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവും. നമുക്കൊന്ന് ഉണ്ടാക്കി വെക്കാമല്ലോ. അപ്പം വീഡിയോയിലോട്ട് പോവാം അല്ലേ? അപ്പം നമുക്കിനി പൊതിച്ചോറിൽ വേണ്ട ആദ്യത്തെ സാധനം ചമ്മന്തിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത് നല്ലോണം എണ്ണയിൽ വഴറ്റിയെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിനി ചമ്മന്തി റെഡിയാക്കാൻ ചെറിയുള്ളി, കറിവേപ്പില, ഇഞ്ചി, അതുപോലെ തന്നെ നേരത്തെ വഴറ്റി വെച്ച വറ്റൽമുളക്, കുറച്ച് പുളിയും കൂടി ചേർത്ത് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറവിട്ടെടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് പപ്പടം പൊള്ളിച്ചെടുക്കാം. അപ്പോൾ പപ്പടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് മീൻ പൊരിക്കാനുള്ള മസാല റെഡിയാക്കാം. ഇവിടെ ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് മീനിൽ തേച്ച് പിടിപ്പിക്കാം. 2 മീനാണ് ഇവിടെ എടുക്കുന്നത്. ഒന്ന് ചെമ്മീനും എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ അയില എടുക്കുന്നുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 വശവും നല്ലോണം ഫ്രൈ ചെയ്തെടുത്തു. ഇനി ഉപ്പേരിക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ചീരയാണ് എടുത്തത്, ചുവപ്പ് ചീര. പക്ഷേ രണ്ടും മിക്സാണ്. പച്ച ചീരയുണ്ട്, അതുപോലെ തന്നെ ചുവപ്പ് ചീരയുണ്ട്. നല്ലോണം കഴുകി വൃത്തിയാക്കി നമുക്ക് ഉപ്പേരി സെറ്റാക്കി എടുക്കാം. അങ്ങനെ ഉപ്പേരി ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചെമ്മീനും നമുക്ക് അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് മുട്ട പൊരിക്കുകയാണ്. അപ്പോൾ പൊതിച്ചോറ് ഇഷ്ടപ്പെട്ടവർ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ മുട്ട ഇവിടെ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് പൊതിച്ചോറിൽ വെക്കുന്നതും കൂടി ലാസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ പൊതിച്ചോറിൽ വെക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പം ചോറാദ്യം ഇട്ടിട്ടുണ്ട്. അതിലോട്ട് ചമ്മന്തി, ഉപ്പേരി, അതുപോലെ തന്നെ നാരങ്ങ അച്ചാറാണ് നമ്മളിവിടെ എടുത്തത്. പിന്നെ മീൻ വറുത്തത് 2ഉം വെക്കുന്നുണ്ട്, ചെമ്മീനും അതുപോലെ തന്നെ അയില പൊരിച്ചതും വെക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ മുട്ട പൊരിച്ചതും പപ്പടവും കൂടി വെക്കുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? അപ്പോൾ നമ്മളെ പൊതിച്ചോറ് ഇതാണ്, നമ്മൾ ഉണ്ടാക്കിയ പൊതിച്ചോറ് ഇതാണ്. ഇനി നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കാം. പൊതിയാൻ ഞാൻ നല്ല എക്സ്പേർട്ടൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ലാണ്ട് പൊതിയുന്നുണ്ട്. അപ്പം ഇൻ കേസ് പൊതി അഴിഞ്ഞു പോകാണ്ടിരിക്കാൻ നമുക്കൊരു റബ്ബർ ബാൻഡും കൂടി കുടുക്കി വെക്കാം. ഏകദേശം 1 മണി ആയിട്ടുണ്ട്. നമ്മളിത് സെറ്റാക്കി വരുമ്പോഴേക്കും ഒരു 2 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് പൊതി അഴിക്കുക. അപ്പോഴത്തേക്കും എല്ലാം സെറ്റായിരിക്കും. അപ്പം നമ്മൾ 2 മണി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊതി ഒന്ന് തുറന്ന് നോക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. വാട്ടിയിലേൻ്റെയും അതുപോലെ തന്നെ ചമ്മന്തീൻ്റെ ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഈ പൊതി തുറക്കുമ്പോൾ നല്ല സ്മെല്ലാണ്. അപ്പോൾ നമ്മൾ പൊതിച്ചോറ് ഇതാണ്. എല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കഴിച്ചു നോക്കാം. മുട്ട പൊരിച്ചതും ചെമ്മീനും അയില പൊരിച്ചതും അതുപോലെ തന്നെ ചമ്മന്തി, ഉപ്പേരി, പപ്പടം, അച്ചാർ എല്ലാം കൂടി കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. കാരണം വീഡിയോ എടുത്തുകൊണ്ട് ഫുഡ് കഴിക്കാനാവില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ.